എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പറ്റുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കധികം ലാഗ് ഇല്ലാതെ വിഷയത്തിലേക്ക് വരാം. ഈ തട്ടിപ്പിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ഞാനിതിൽ പെട്ടുപോയെന്നോ എൻ്റെ പണം നഷ്ടപ്പെട്ടു പോയെന്നോ പുറത്ത് പറഞ്ഞ് വരില്ല. എനിക്ക് ഇതുപോലെ ഒരു കേസ് ഇന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്തുള്ള ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന് ഒരു കോൾ വരികയാണ് തമിഴ്നാട് നമ്പർ എന്നാണ്. ഇദ്ദേഹത്തിന് തമിഴ്നാട് നമ്പറാണെന്ന് മനസ്സിലായതുപോലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ്. ഈ നമ്പറിൽ വിളിച്ചിട്ട് പറയുകയാണ് മലപ്പുറത്ത്, ഇദ്ദേഹം മലപ്പുറം ജില്ലയിലാണല്ലോ, മലപ്പുറത്ത് ടൗണിൽ ഒരു സ്പായിൽ റെയ്ഡ് നടന്നു. അതിൽ കുറച്ച് സ്ത്രീകളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീകളുടെ ഫോണിൽ നിന്നും ഈ വ്യക്തിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് സബ്ജക്റ്റ്. തട്ടിപ്പുകാർ പറയുന്നൊരു സബ്ജക്റ്റാണിത്. അപ്പോൾ ഇദ്ദേഹത്തോട് ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം ഭയന്നു പോയി. ഞാൻ അങ്ങനെയൊന്നും പോയിട്ടുള്ള ആളല്ല എന്ന് പറഞ്ഞു. ഇത് ടാർഗറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 35 മുതൽ ഒരു 45-50 വയസ്സുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരിലേക്കാണ്. കാരണം ഇവർക്ക് ചില ആളുകൾക്ക്, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ചില ആളുകൾക്ക് ഈ ആൻഡ്രോയിഡ് ഫോണ് കാര്യങ്ങൾ കേസ് കൂട്ടം ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളെ പറ്റിക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഇവർ ഈ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത്. പിന്നെ അഭിമാന പ്രശ്നം ഉണ്ടാവും. കാരണം വൈഫ്, കുട്ടികൾ, മക്കളൊക്കെ ആയിട്ട് താമസിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കോള് വന്നു. ആ കോളിനകത്ത് ഇദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ കേസായി കഴിഞ്ഞാൽ, നമ്പർ കിട്ടിയത് കൊണ്ട് തന്നെ കേസാവും. കേസായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി വളരെ പ്രശ്നമായിട്ട് മാറും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഒത്തുതീർപ്പാക്കാം. ഒരു ചാർജുണ്ട്, ഒരു പെനാൽറ്റിയാണ്. ഇത് ഓൺലൈൻ വഴി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കേസിൽ നിന്ന് ഊരിപ്പോവാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ആ നമ്പർ തന്നു. തമിഴ്നാട് നമ്പറാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് കോൺടാക്ട് ചെയ്ത നമ്പർ എന്ന് പറയുന്നത് കേരള നമ്പറായിരുന്നു. ഞാൻ ആ നമ്പറിൽ വിളിച്ച് നോക്കിയപ്പോൾ ആ നമ്പറിൽ ഇൻകമിംഗ് കോൾ ഫെസിലിറ്റി ഇല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഔദ്യോഗിക ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകളും BSNL നമ്പർ ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷേ ഇത് 88 എന്ന് പറയുന്ന ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പഴയ സീരീസിലുള്ള ഒരു കേരള നമ്പർ ആയതുകൊണ്ട് തന്നെ എനിക്ക് തട്ടിപ്പാണെന്ന് ആദ്യം മനസ്സിലായി. ഞാൻ വിളിച്ച് നോക്കി, റെസ്പോൺസ് ഇല്ല. വാട്സപ്പിൽ കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. വാട്സപ്പിൽ കോൾ ചെയ്തു, ആദ്യം എടുത്തില്ല. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചു. അതിന് ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ അവിടെ വെക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടോളൂ. ഹലോ, ഇത് എവിടെ സ്ഥലം? എന്റെ പേര് ഉദയ് എന്നാണ്. ഇത് കേരളത്തിൽ യൂസ് ചെയ്ത നമ്പറാണോ? അതെ. എന്താ ചെയ്യുന്നേ? അല്ല, ഈ നമ്പറിലുള്ള ആള് എന്താ ചെയ്യുന്നേ? ഞാൻ, എന്റെ പേര് ഉദയ് എന്നാണ്. തമിഴ്നാട് നമ്പർ എന്ന് വിളിച്ചിട്ടേ ഈ സ്പാ ആയിട്ട് റിലേറ്റ് ചെയ്ത് റെയ്ഡ് നടന്നിട്ടുണ്ട്. റിയാസ് എന്ന് പറഞ്ഞ ആളാണ്. അതെ. ഇത് മഞ്ചേരിയാണ്. അതെ അതെ അതെ. മതി. അല്ല, എനിക്ക് അറിയേണ്ട എന്താ അറിയോ, ഇത് ജെന്യൂൻ ആയിട്ടുള്ള നമ്പർ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. കൊടുക്കാവോ? ഹലോ, പറഞ്ഞോളൂ. ഓക്കെ. അല്ല, ഇത് എവിടെ, ഏത് സ്റ്റേഷനാ? നമ്മളിവിടെ സ്കോഡാ പിടിച്ചത്. സ്കോഡാണ് നമ്മള്. ഓക്കെ, സ്കോഡാണ്. ഓക്കെ. അപ്പൊ നിങ്ങളെ സുഹൃത്ത് ആരാണ്? എന്താ ഇയാളെ പേരെന്താ? ഉദയ്. അതൊക്കെ എവിടെയാണ്? ഇത് മഞ്ചേരിയാണ്. മഞ്ചേരിയാണ്. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളെ ഫ്രണ്ടാണ് ഇയാള്? അതെ അതെ. എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചാൽ മതിയോ? എല്ലാം പ്രൊസീജിയർ കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചാൽ മതിയോ? ഇത് ഏത് സ്റ്റേഷൻ ഒന്ന് പറയാവോ? ഓക്കെ, എല്ലാം ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരാം. തിരിച്ചു വിളിച്ചാൽ മതിയോ? മതി മതി മതി. നിങ്ങളിപ്പോൾ ആ ഓഡിയോ കേട്ട് കാണും. ഇവരുടെ സംസാര രീതി, കാര്യങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുന്ന രീതിയിലായിരിക്കും, ഭയപ്പെടുന്ന രീതിയിലായിരിക്കും. ഇപ്പം ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ്, എവിടെയാണ്, ഏതാണ് നമ്പർ എന്നുള്ളത്. നമുക്കറിയാം തട്ടിപ്പാണെന്നുള്ളത്. ഞാൻ എന്ത് ചെയ്തു, ഞാനിത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ശരി പോലീസ് ഓഫീസർ ആണെന്നുള്ള മൈൻഡിൽ ഞാൻ നിന്നു. കാരണം നാളെ അവരെ വിളിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ അപ്ഡേറ്റുകൾ കാര്യം പിന്നെ ചെയ്യാം. ഇതിപ്പോൾ അർജൻറ്റ് കേസ് ആയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ അവരൊന്ന് തപ്പിയിട്ട് പറഞ്ഞു ഇത് സ്റ്റേഷനല്ല, അത് സ്ക്വാഡാണെന്ന് പറഞ്ഞു. അപ്പോൾ നിലവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഇങ്ങനെയുള്ള കോൾസ് വരുമ്പോൾ ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സ്ക്വാഡിൽപ്പെട്ട അംഗങ്ങളോ ഇതിൽ പെട്ടുപോയിട്ടുള്ള വ്യക്തികളെ വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ പണം ആവശ്യപ്പെടില്ല. ഈ ഒരു കാര്യം ആരായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭീഷണി കോളുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലും ഒരു കേസിൽ ഇപ്പോൾ ഒരു റെയ്ഡ് നടന്നെന്ന് പറയുന്നു, ഒരു സ്പായിലാണ് റെയ്ഡ് നടന്നെന്ന് പറയുന്നു, ആ സ്പായിൽ നിന്ന് കുറച്ച് സ്ത്രീകളെ പിടിച്ചെന്ന് പറയുന്നു, ആ പിടിച്ച സ്ത്രീകളിൽ നിന്ന് ഈ നമ്പർ കിട്ടിയെന്ന് പറയുന്നു. ആ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പോലീസുകാർക്ക് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറുമായി ബേസ് ചെയ്ത് അന്വേഷിച്ചതിന് ശേഷം ആ വ്യക്തി പ്രതിയാണോ അല്ലയോ എന്ന് നോക്കിയതിന് ശേഷം സ്റ്റേഷൻ വഴിയാണ് കംപ്ലയിൻറ്റ് വരിക. പോലീസ് സ്റ്റേഷൻ വഴിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് അവിടെ ഹാജരാകാൻ പറയുകയാണ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഫ്രോഡുകൾ ചെയ്യുന്ന പോലെ ഒരിക്കലും പോലീസുകാർ ചെയ്യില്ല. ഈ ഫ്രോഡുകൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കേസിൽ പെട്ടുപോയി നിങ്ങൾ നാണം കെട്ട് പോവും. വീട്ടിൽ പോലീസ് വന്ന് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് ഞങ്ങൾ തരുന്ന അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഊരിപ്പോകാം എന്ന് പറയും. മലയാളികളായിട്ടുള്ള ആൾക്കാരാണ്, ചെറ്റകളാണ് ഈ പരിപാടി കാണിക്കുന്നത്. അത് വേറെ കാര്യം. തട്ടിപ്പുകാർക്ക് നമ്മൾ അല്ലെങ്കിൽ വില കൊടുക്കാറില്ല. പറ്റുന്നുണ്ടെങ്കിൽ നാളെ നല്ല തെറി ഞാൻ വിളിച്ചവരെ പറയുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. ഇതിലെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇവർക്ക് കൊടുക്കാനുള്ള പൈസ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം ഒരുപാട് തവണ പറഞ്ഞു, ഞാനിങ്ങനെ പോയിട്ടില്ല, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒരു സ്പായിലും ഞാൻ പോയിട്ടില്ല. പക്ഷേ ആ സ്ത്രീകളുടെ ഫോണിൽ ഇദ്ദേഹത്തെ വിളിച്ചതായിട്ടുള്ള രേഖയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറ്റിക്കുന്നത്. ഇവർ പറയുന്നത് ഇത് ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് അവിടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ക്വാഡായിട്ട് ഞങ്ങൾ അവിടെ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ 4 പേര് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, വൈഫ് പിണങ്ങിപ്പോവും, മക്കൾ എന്ത് നിങ്ങളെപ്പറ്റി വിചാരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മാനസികമായിട്ട് തളർത്തിക്കൊണ്ട് ആ ഒരു മണിക്കൂറുണ്ടല്ലോ, ഈ കോൾ വരുന്ന നിമിഷമുണ്ടല്ലോ, ആ ഒരു സമയം കൊണ്ട് തന്നെ അവർ പേയ്മെൻറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം മാക്സിമം കടം മേടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇവർ കൊടുക്കാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ സംഭവമില്ല, ഒരു കാരണവശാലും 5 പൈസ പേയ്മെൻറ്റ് കൊടുക്കരുത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേർക്ക് ഇനിയും വരും. മലയാളികൾ തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെ കോൾസ് വരും, ഒരുപാട് പേര് പേടിച്ചു പോവും, ഒരുപാട് പേര് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറ്റുന്നിടത്തോളം എല്ലാവരിലേക്കും അവയർനെസ് ആയിട്ട് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഫ്രോഡുകൾക്ക് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും കേസിൽ ഇങ്ങനെയൊക്കെ വരികയാണ്, ഒത്തുതീർപ്പ് പോലെയൊക്കെ പേയ്മെൻറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, പറ്റുന്നുണ്ടെങ്കിൽ ഈ രേഖകൾ വെച്ചുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിക്കോ. അവിടെ പോലീസുകാരുമായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ സൈബർ സെല്ലിൽ വിളിച്ചോ കാര്യങ്ങൾ തിരക്കുക. അപ്പോൾ അവർ പറയും പേയ്മെൻറ്റ് കൊടുക്കേണ്ട, ഇങ്ങനെ ഒരു സംഭവം ഇല്ല. അടുത്തുള്ള സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ മലപ്പുറത്തുനിന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു, ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ റെയ്ഡ് നടന്നിട്ടുണ്ടോ, സ്ക്വാഡ് വന്നിട്ട് റെയ്ഡ് ചെയ്തിട്ടുണ്ടോ, പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷേ നിങ്ങൾ അവരെ ശല്യം ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. ഇത്തരം കേസുകൾക്കൊന്നും, ചീപ്പ് കേസുകൾക്കൊന്നും നിങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് ശല്യം ചെയ്യരുത് ദയവ് ചെയ്ത്. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തരത്തിലുള്ള കോളുകൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കുക, റെസ്പോൺസ് ചെയ്യാണ്ടിരിക്കുക, അതല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വിടുക, അതല്ലെങ്കിൽ നല്ല പച്ചത്തെറി പറഞ്ഞിട്ട് ഒഴിവാക്കുക. വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.